إلى الله عدنا وبالله نذنا ليطوى زمان بائس شحيح ليطوى زمان بائس شحيح. ശ്രദ്ധിക്കും. കാരണം മയ്യത്തല്ലേ ജീവയിലല്ലേ എങ്ങനെയാവുച്ചല്ല ഒന്ന് മയ്യത്തിലൊട്ടിക്ക് ഹുർമത്ത് പാലിക്കും. അത് മൈൻ. രണ്ടാമത് ഭാര്യ ശ്രദ്ധിച്ചിട്ട് എവിടെയും താണ്ടാവാറ് ബുദ്ധിമുട്ടാവുമാറ് നല്ല നിലക്ക് താങ്ങിട്ട് മയ്യത്തിനെ കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് കിടത്തുന്നത് ഇതേപോലെ കിടത്തണം. മയ്യത്തിനെ എങ്ങനെയാണ് ഔത്തുള്ളി കിടത്തിറ അതേപോലെ മയ്യത്തിനെ എന്താക്കണം കുളിപ്പാട്ടോട് കിടത്തണം. അതേപോലെ അവിടെ അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലെങ്കിൽ ഏ ഭാഗത്തിന്റെ സൗകര്യം കൊണ്ട് ആ ഭാഗത്തിൽ എന്താക്കാം മയ്യത്തിനെ കിടത്താം. ഏന് കിടത്തിട്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ആക്കോണെ പണി തെളിച്ചെങ്കിൽ ആ മയ്യത്തിന് ഡ്രസ്സ് ഏത് ഡ്രസ്സ് ഞങ്ങൾ പൊതിഞ്ഞത് ഒന്നാമത് ഞങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. ഞങ്ങൾ മയ്യത്തിന് മേലിട്ടുള്ള ഡ്രസ്സ് തലത്തെ തുണി ഏറ്റും ചില ആൾമാർ വേസ്റ്റ് ഇട്ടാറ് തെളിപ്പൊരു വേസ്റ്റ്. ആ വേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മയ്യത്തിന് അവിടത്തെ ഭാഗമെല്ലാം കാണും പാടില്ലാത്തതായിരിക്കും. അതുകൊണ്ട് തെല്ല് കട്ടിയുള്ളത് ഇതാണ്. ഇതുപോലെയുള്ളതായ കട്ടിയുള്ളതായ തുണിയിലാണ്. അതേ തുണിയിൽ പൊതിഞ്ഞാണ്ട് പോയിട്ട് കുളിപ്പാട്ടതായ ജാഗല് കിടത്തുന്നു. കിടത്തിട്ടായിട്ട് പിന്നെ ഫസ്റ്റ് മയ്യത്തിന് കയ്യിലെ വിരലെല്ലാം നോക്കും. ഓക്കെ നോക്കിയിട്ട് ചേറുണ്ടാ ഉഗറടിയിൽ ചേറുണ്ടാ ആ കയ്യിലെ വിരൽ നോക്കണോ ഉഗറടിയിൽ ചേറുണ്ടാ ഇല്ല. അതേപോലെ കാലിന്റെ വിരൽ നോക്കണോ എവിടെയും ചേർ നജസൊന്നും ഇല്ല. അതേപോലെ എവിടെയെങ്കിലും ബ്ലഡ് എന്തെങ്കിലും പോയിട്ട് നജസായില്ല ചോര പോയാലുണ്ട് ആ ജാഗെല്ലാം നോക്കണം. ഇതേതും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫസ്റ്റ് മയ്യത്തിന് വിശ്വാസം ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെന്നുണ്ടെങ്കിൽ ഒരു കയ്യില് ഒരു തുണി ചുണ്ടിത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. അറാക്കില്ലെങ്കിൽ അറാക്ക് കൊണ്ടുത്തും വിസ്മി ചെന്നിട്ട് വിശ്വാസം ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇപ്പൊ കുഫാസ് കൈവറയുന്നുണ്ടെങ്കിൽ കൈവറ കയ്യിലിട്ട് ചെറുതാക്കുക മയ്യത്തിന് പല്ലി തേച്ച് കൊടുക്കുക. ഇത് സുന്നത്തെത്തിക്കരുത്. ചില അമ്മ ഉപയോഗിക്കാറ് അത് വേണം ഏറ്റവും അടുക്കായിട്ടുള്ളതായ സുന്നത്തെത്തിക്കരുത്. ഇനി നെജസെന്നുണ്ടെങ്കിൽ ചെറിയ ഈക്കിൽ പോലത്തതായ ബസ് എടുത്തിട്ട് കയ്യില് ബെർലില് അടിയിലുള്ളതായ ചേരെല്ലാം നല്ല എടുക്കുക. ഉഗുർകട്ടാക്ക് കുത്തിയിട മരിച്ചത് പിന്നെ മയ്യത്തിന് ഒരു റോമവും മുറിയൊക്കെ തീരാണ്ട് എത്തിക്കണം പാടില്ല. ശ്രദ്ധിക്കണായ ഒരു വിഷയം അതായത് ഒരുങ്ങിട്ട് പോയെങ്കിലും ഓക്കെ ഞങ്ങളെ താക്കത്ത് കൊണ്ടിട്ട് ഞങ്ങൾ ബലം ഉപയോഗിച്ചിട്ട് പാടില്ല. നല്ലോണം ജാഗ്രത വിഷയത്തിക്കുന്നത് അത് ഏതും ഇല്ലെന്നുണ്ടായാലും ശരിക്കും മയ്യത്തിലൊക്കെ എടുത്തിട്ട് വിശ്വാസം ചെയ്ത് കൊടുത്തു. അതേപോലെ കുളിപ്പാട്ടതായ ആള് അയാൾ മനസ്സിൽ കരുതിയെങ്കിൽ മയ്യാവും ഈ മയ്യത്തിന് കുളി ഈ മയ്യത്തിൽ നിർബന്ധമായിട്ടുള്ളതായ കുളിപ്പാട്ട ചെന്ന് മനസ്സുകൊണ്ട് അയാൾ കരുതിയെങ്കിൽ മയ്യാവും. എന്നിട്ട് ഫസ്റ്റ് പിന്നെ ഊതുവെടുപ്പാട്ടി കൊടുക്കും. പിന്നെ ഒരു കാര്യക്രമം കൂടി ഉണ്ട്. അത് നിനക്ക് രണ്ട് നിലക്കാക്കാം. ഒന്നോ ഊതുവെടുക്കുന്നതിന് മുന്നോ ഇപ്പോ ഇതില് വ്യവസ്ഥ ഞാനത് തുറന്നിട്ട് കാട്ടില്ല. കാരണം തുണിയെല്ലാം വിരിച്ച സൗകര്യം തെല്ല് ആ അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ട് മയ്യത്തിന് തല തെല്ലാം ഉത്താക്കിയിട്ട് അതിൽ ചാടി കിടത്തിട്ട് ബയറിന് എന്താക്കുക ഈസിട്ട് കൊടുക്കുക. നല്ലോണം ഈസിട്ട് കൊടുക്കുക. നല്ലോണം തന്നെ ഇങ്ങനെ പുഷിക്കാപ്പ് കുത്തിറ നല്ല ഇങ്ങനെ എന്താക്കുക തണ്ണി വിറ്റിട്ട് ഈസിട്ട് കൊടുക്കുക. ഈസിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇങ്ങനെ ഈസിട്ട് കൊടുക്കുക തണ്ണി വിറ്റിട്ട് ഈസിട്ട് കൊടുത്തിട്ട് മയ്യത്തിന് ബേച്ചിലുള്ള എന്തെങ്കിലും നജസിട്ടുണ്ടെങ്കിൽ അതെന്താവും പോയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയാവുന്നിടത്തോളം തണ്ണി വിറ്റും. കാരണം നജസിക്ക് കുത്തിയറ. പിന്നെ അപ്പൊ പോയില്ലെങ്കിൽ ചില മയ്യത്ത് എന്താവും ആ സന്ദർഭത്തിൽ ഈസി ആയിട്ടെങ്കിൽ പോണ്ടില്ല. പിന്നെ മയ്യത്തെല്ലാം കുളിപ്പിച്ചിട്ട് സാബൂണെല്ലാം ഇട്ടിട്ട് ആകുമ്പോഴത്തേക്കും തെല്ല് വയറെല്ലാം തെല്ല് സെറ്റിലാവും. അപ്പൊ ചിലപ്പോ എന്താ നജസെന്ത് കുടുങ്ങി തിന്നിട്ടെങ്കിൽ 4 പക്കം ഇങ്ങനെ ക്രമപ്രകാരം 4 പക്കം ഉണ്ടാവുന്നുണ്ടില്ല
4-5 കുറി ആയെങ്കിലും ತೊಂದರೆ ಅದ್ರ ಕಾಟಿ ಯಾರಿಗೆ ತೊಂದರೆ ಇಲ್ಲ. ಒಂದು ಈಸಿ കൊടുത്തിട്ടെങ്കിൽ എന്താവും വയറ് ക്ലീൻ ആവും. ക്ലീൻ ആയിട്ടെങ്കിൽ ആ നജസ് പോയിട്ട് ശുദ്ധിയാവോടത്തോളം തന്നെ വിത്തിയുണ്ടെങ്കിൽ ആയിട്ട് ഇത് 2 പക്കണിക്കാക്ക. ഒന്ന് മയ്യത്ത് കുളിപ്പാട്ടുறதுக்கு മുന്നോലോ പിന്നെ മയ്യത്ത് കുളിപ്പാട്ടിയെന്ന് പിന്നെ കുളിപ്പാട്ടിയെന്ന് പിന്നെ ചെന്നിട്ടെങ്കിൽ സാബൂൺ ഇട്ടെന്ന് പിന്നെ. രണ്ടാമത്തെ വിഷയ ഉളു എടുപ്പണി കൊടുക്കരുത്. മയ്യത്തിന് കുളിപ്പാട്ടുறதுக்கு മുന്നോള് ഉളു എടുത്ത് കൊടുക്കണം. അത് സുന്നത്ത് എത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിച്ചതും അതേപോലെ എത്തിക്കറ്. അബീ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബീ സലമയുടെ മയ്യത്ത് കുളിപ്പാട്ടൊക്കെ കൽപ്പിച്ചത് അപ്രകാരം എത്തിക്കറ്. ഹദീസിലുള്ളതും അപ്രകാരം എത്തിക്കറ്. ഫസ്റ്റ് എത്തിക്കറ് ഉളു പടി കൊടുക്കണായത്. പിന്നെ ഒരു സംശയം, ഫസ്റ്റ് ഉളു കൊടുത്തെങ്കിൽ പിന്നെ ഉളു കൊടുക്കണം വേണ്ട, അഗത്യമേ ഇല്ല. അത് വെറുതെ. കാരണം മയ്യത്തുക്ക് തക്ലീഫില്ല, ശക്തിക്കോണില്ല. അപ്പൊ എനിക്കൊരു സംശയം വരും, കുളിപ്പാട്ടുമ്പോഴത്തേക്കും നജസ് പോയിട്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ബ്ലഡ് എല്ലാം പോയിട്ടെങ്കിൽ മൂത്രം പോയിട്ടെങ്കിൽ മയ്യത്തിന് ഉളു മുറിയില്ലേ? മയ്യത്തിന് ഉളു മുറിയില്ലേ? അപ്പൊ കുളിപ്പാട്ട് ആള് പിന്നെ കൈ എന്തെങ്കിലും ഗുഹസ്ഥാനത്തുക അതിലെ ഉൾഗത്തുക കടന്നിട്ടെങ്കിൽ നജസ് പുറത്ത് വന്നിട്ടെങ്കിൽ എന്തോ ആവില്ല, മയ്യത്തിന് ഉളു മുറിയില്ല. കാരണം അത് മയ്യത്ത് എത്തിക്കാം, തക്ലീഫില്ല മയ്യത്തിക്ക്, മയ്യത്തിന് ഉളു മുറിയില്ല. അപ്പൊ ഫസ്റ്റ് എടുപ്പാട്ടി കൊടുത്ത ഉളു മയ്യാവും, പിന്നെ ഉളു എടുപ്പാട്ടി കൊടുക്കുന്ന അഗത്യമേ ഇല്ല. ഇത് ശ്രദ്ധിക്കണം. അങ്ങനെ വെച്ചിട്ട് ഹദീസിലുള്ളത്. അതിന് പിന്നെ മയ്യത്തിന് ഇതേപോലെ സ്റ്റൈറ്റ് കിടച്ചിട്ട് അപ്പൊ ക്രമത്തായിട്ട് ഫസ്റ്റ് മയ്യത്തിന് കാല് കിബിലേക്ക്, അതേപോലെ തല ഈ ഭാഗത്തേക്ക് കിടത്തിട്ട്, അതേപോലെ മയ്യത്തിലെ ഉഗുറ് കൈറ് കാലിന്റെ ബെരലിന്റെ ഇടയിൽ ഉഗുറിന്റെ ഇടയിലുള്ളതായ ചേരുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് എല്ലാം ക്ലീൻ ആയിട്ട് അതിൽ പിന്നെ വേണമെങ്കിൽ വയറൊന്നും ഈസി കൊടുത്തിട്ടു നജസ് പോയിട്ടെങ്കിൽ ശുദ്ധിയാവോടത്തോളം കലകിട്ടായെന്ന് പിന്നെ മിസ്വാക്ക് ചെയ്ത് കൊടുക്കണം. ഉളു എടുപ്പട്ടി കൊടുക്കണം. ഞങ്ങൾ എങ്ങനെ ഉളു എടുക്കുക? അതേപോലെ സുന്നത്തായ രീതി റസൂൽ എങ്ങനെ പടിപാട്ടിയത് അതേപോലെ ഉളു എടുപ്പട്ടി കൊടുക്കും. ഉളു എടുത്തിട്ടായെന്ന് പിന്നെ മയ്യത്ത് കുളിപ്പാട്ട് തുടങ്ങും അല്ലേ? എങ്ങനെ എത്തിക്കണം മയ്യത്ത് കുളിപ്പാട്ടുള്ളത്? ഞങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി തന്ന രീതി എത്തിക്കുക. എങ്ങനെ ചെന്നിട്ടെങ്കിൽ ബലഭാഗത്ത് നിന്ന് തുടങ്ങും. ഇത് ബലഭാഗം അയച്ചിക്കുന്നത്. ഈ ബലഭാഗത്ത് ഞങ്ങൾ തുടങ്ങും. എങ്ങനെ ചെന്നിട്ടെങ്കിൽ സാധാരണ ഞങ്ങൾ കുളിക്കുന്നതായ കുളി ഞങ്ങൾ ഹദീസിൽ വന്നത് അതേപോലെ എത്തിക്കറ് മയ്യത്തിനെ കുളിപ്പാട്ടുന്നത്. അത് ഞങ്ങൾ സ്വന്തമായിട്ട് കുളിക്കര്, ഇത് ഞങ്ങൾ കുളിപ്പാട്ടര്. ഇത്ര വ്യത്യാസമില്ല. ആൾമാർക്ക് ഇത് പിടിയില്ല. മയ്യത്ത് കുളിച്ചെങ്കിൽ സാധാരണ ഞങ്ങൾ കുളിക്കുന്ന പോലത്തതായ കുളിയല്ല, ഇതൊരു സ്പെഷ്യൽ കുളിച്ചെന്ന് ചില ആൾമാർ വിചാരിച്ചത്. തപ്പാണല്ല. സാധാരണ ഞങ്ങൾക്ക് റസൂൽ വെളിപ്പാട്ടി തന്ന സുന്നത്തായ കുളിക്കുന്ന രീതിയും അതേ രീതിയായിട്ട് മയ്യത്തിനെ കുളിപ്പാട്ടേണ്ടത്. ഇത് ഞങ്ങൾ കുളിപ്പാട്ട് ഞങ്ങൾ കുളിക്കുമ്പോഴും ഞങ്ങൾ സ്വന്തമായിട്ട് കുളിക്കുക. അത്ര വ്യത്യാസവും. കുളിപ്പാട്ട് ജനിച്ചെന്നുണ്ടെങ്കിൽ ഫലഭാഗത്തേക്ക് അവിടെ അതേപോലെ ശുദ്ധമായിട്ടുള്ള തന്നെയായിട്ട് വേണം. എപ്പോൾ മയ്യത്ത് കുളിപ്പാട്ടതായ സന്ദർഭത്തിൽ മയ്യത്ത് കുളിപ്പാട്ടതായ മുട്ടുള്ള ബക്കറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതൊരു ഹൈറ്റ് ജാഗയിൽ വെക്കോ. എന്തിനു ചെന്നെ ചിലപ്പോ ചെമ്മ കീഴ് വെച്ചിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് ഭീത്തിട്ട് ആ തന്നി മയ്യത്തിന് മേലേക്ക് പോകുന്നു കീഴ് പോന്നിട്ടു ചിലപ്പോ അത് പിച്ച് ചെയ്ത് പാട് ഇതൊക്കെ ഉള്ള ചാൻസസ് ഇരിക്കരുത്. അതുകൊണ്ട് തെല്ല ഹൈറ്റുള്ള ജാഗയിൽ തന്നെ വെച്ചെങ്കിൽ ചെമ്മ തണ്ണീർ അകച്ചതുമില്ല. നജസിന്തെങ്കിലും മാത്രം അത് ശുദ്ധിയാവുന്നിടത്തോളം തന്നെ വിറ്റുകൊണ്ട് മാത്ര. അതേപോലെ എന്താ ചെന്നിട്ടെങ്കിൽ ഒരാള് തണ്ണി കൊടുക്കുക റെഡിയായിട്ട് വേണം അല്ലെ? അത് പൈപ്പിലായെങ്കിലും തൊന്തരയില്ല, പാട്ടലെടുത്തിട്ട് ബീത്തിനും തൊന്തരയില്ല, കുടപ്പാടത്തിൽ ബീത്തിനും തൊന്തരയില്ല. ഈ ഭാഗത്തിൽ പാട്ടൽ തന്നെ എടുത്തിട്ട് അതിന് പിന്നെ ബലഭാഗത്തേക്ക് 3 കുരി ബീത്തിട്ട് വിസ്മിച്ചത് ബലഭാഗത്ത് ചെന്ന ഭക്തെ പുഞ്ചിര കുടിച്ചിട്ട് ഉടുത്തോളം 3 പക്കം തന്നെ ബീത്തു ഒന്നേത്താണ്. അതേപോലെ പിന്നെ ഇടത്തെ ഭാഗത്തും അതേപോലെ 3 കുരി തന്നെ ബീത്തു. വലത്തേക്ക് 3 കുരി, എടുത്തേക്ക് 3 കുരി, പിന്നെ 3 പക്ക എല്ലാം 3 പക്ക തലരെ പിടിച്ചിട്ട് കാലത്തോളം 3 കുരി തന്നെ ബീത്തു.